തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിനെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ഒരുങ്ങുകയാണ് ബാർ കൗൺസിൽ. മൂന്നംഗ അച്ചടക്ക സമിതി ഈ മാസം 9-ന് വിഷയം പരിഗണിക്കും. ആന്റണി രാജുവിൻ്റെ നടപടി നാണക്കേടുണ്ടാക്കിയെന്ന് ബാർ കൗൺസിൽ പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എഗെയിൻ പറയൂ. ഗുഡ് മോർണിംഗ്. ആന്റണി രാജുവിനെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. നിയമസഭാ അംഗത്വമടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അദ്ദേഹം ജൂനിയർ അഭിഭാഷകനായിരുന്ന സമയത്താണ് ഈ തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചത്. അതുകൊണ്ട് തന്നെ അത് അഭിഭാഷക വൃത്തിക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കി എന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ആന്റണി രാജുവിനെതിരെ നടപടിയെടുക്കാൻ ബാർ കൗൺസിൽ ഒരുങ്ങുന്നത്. 9-ാം തീയതി മൂന്നംഗ സംഘം ഇതുമായി ബന്ധപ്പെട്ട അച്ചടക്ക സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. ആന്റണി രാജുവിനെ നോട്ടീസ് അയക്കും. അദ്ദേഹത്തിന്റെ വാദം കൂടി കേൾക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോകുക. നിയമസഭാ അംഗത്വത്തിന് പിന്നാലെ അദ്ദേഹത്തിന് ബാർ കൗൺസിൽ കൂടി സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബാർ കൗൺസിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.